ഏവർക്കും ദേവു സ്റ്റഡി വേൾഡിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രോമാറ്റോഗ്രാഫിക് ടെക്നിക്സ് ആണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ക്രോമാറ്റോഗ്രാഫിയുടെ ഇൻട്രൊഡക്ഷൻ, അതുപോലെ അതിൻ്റെ ഹിസ്റ്ററി ഓഫ് ക്രോമാറ്റോഗ്രഫി, ടൈപ്സ് ഓഫ് ക്രോമാറ്റോഗ്രഫി, ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രോമാറ്റോഗ്രാഫിക് മെത്തേഡ്, ഇത്രയുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ നോക്കാം. ക്രോമാറ്റോഗ്രഫി എന്ന് പറയുമ്പോഴത്തേക്കും കളർ റൈറ്റിംഗ് ആണ്. ക്രോമാറ്റോഗ്രഫി മീൻസ് color writing. It is the new physical technique of separation, identification and purification of components of a mixture. ഒരു മിക്സ്ചറിലെ കമ്പോണൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും അതുപോലെ ഐഡൻറ്റിഫൈ ചെയ്യാനും പ്യൂരിഫൈ ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു ഫിസിക്കൽ ടെക്നിക്കാണ് ഇത് ക്രോമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. ഇത് ഒരുപാട് മേഖലകളിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ മെനി ഏരിയാസ് ഓഫ് സ്റ്റഡി, പർട്ടിക്കുലർലി ഇൻ കെമിസ്ട്രി, ബയോളജി ആൻഡ് മെഡിസിൻ. അതുപോലെ പിഗ്മെൻറ്റ്സ്, ഡൈ, അമിനോ ആസിഡ്സ്, വൈറ്റമിൻസ്, പോളിമേഴ്സ് എക്സെട്ര ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ യൂസിങ് ദ ക്രോമാറ്റോഗ്രാഫിക് ടെക്നിക്ക്. ക്രോമാറ്റോഗ്രാഫിക് ടെക്നിക്ക് ഉപയോഗിച്ച് നമ്മൾ പിഗ്മെൻറ്റ്സ്, അതുപോലെ ഡൈസ്, അമിനോ ആസിഡ്സ്, വൈറ്റമിൻസ്, പോളിമേഴ്സ് ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ പ്യൂരിഫിക്കേഷൻ ആൻഡ് സെപ്പറേഷൻ ഓഫ് ഓർഗാനിക് ആസ് വെൽ ആസ് ഇനോർഗാനിക് സബ്സ്റ്റൻസസ്. ഓർഗാനിക് സബ്സ്റ്റൻസിനെയും അതുപോലെ ഇനോർഗാനിക് സബ്സ്റ്റൻസിനെയും പ്യൂരിഫൈ ചെയ്യാനും നമ്മൾ ക്രോമാറ്റോഗ്രഫി യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഫൗണ്ട് യൂസ്ഫുൾ ഫോർ ദ ഫ്രാക്ഷനേഷൻ ഓഫ് കോംപ്ലക്സ് മിക്സ്ചേഴ്സ്, സെപ്പറേഷൻ ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് കോമ്പൗണ്ട്സ് സച്ച് ആസ് ഐസോമേഴ്സ് ആൻഡ് ഇൻ ദ ഐസൊലേഷൻ ഓഫ് അൺസ്റ്റേബിൾ സബ്സ്റ്റൻസസ്. അപ്പോൾ നമ്മൾ കോംപ്ലക്സ് ആയിട്ടുള്ള മിക്സ്ചേഴ്സിനെ ഫ്രാക്ഷനേഷൻ ചെയ്യാനും അതുപോലെ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള കോമ്പൗണ്ട്സിനെ സെപ്പറേറ്റ് ചെയ്യാനും അതുപോലെ ഐസോമേഴ്സ് അതുപോലെ അൺസ്റ്റേബിൾ സബ്സ്റ്റൻസിനെയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ ക്രോമാറ്റോഗ്രാഫി യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ക്രോമാറ്റോഗ്രഫി എന്ന് പറയുന്ന ടെക്നിക്സിന് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. IUPAC കൊടുത്തൊരു ഡെഫിനിഷനാണ് ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി, IUPAC. ഇത് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട് ക്രോമാറ്റോഗ്രഫിക്ക്. എന്താണെന്ന് നോക്കാം. എ ഫിസിക്കൽ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഇൻ വിച്ച് ദ കമ്പോണൻറ്റ്സ് ടു ബി സെപ്പറേറ്റഡ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ബിറ്റ്വീൻ ടു ഫേസസ്. ഈ ടു ഫേസസിലായിട്ടാണ് ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. രണ്ട് ഫേസുകളാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് വൺ ഓഫ് വിച്ച് ഈസ് സ്റ്റേഷനറി ഫേസ് വൈൽ ദ അതർ ഈസ് മൊബൈൽ ഫേസ്, അതായത് മൂവ് ഇൻ ഡെഫിനിറ്റ് ഡയറക്ഷൻ. ഇതിൽ ഒരു സ്റ്റേഷനറി ഫേസും കാണും, ഒരു മൊബൈൽ ഫേസും കാണും. സ്റ്റേഷനറി ഫേസ് എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റേബിൾ ആയിട്ടുള്ളതാണ്. മൊബൈൽ ഫേസ് എന്ന് വെച്ചാൽ എന്താണ്, മൂവിങ് ആണ്. Chromatography is a separation technique that used the size, shape, chemical properties or charge of the molecules in a sample to separate the samples into its constituent components. It is often used to detect one or a number of കമ്പോണൻറ്റ്സ് ഇൻ എ കോംപ്ലക്സ് മിക്സ്ചർ. അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് മിക്സ്ചറിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഒന്നിൽ കൂടുതലായിട്ടുള്ള കമ്പോണൻസിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ക്രോമാറ്റോഗ്രഫിയാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ക്രോമാറ്റോഗ്രഫിയുടെ ഹിസ്റ്ററി എന്താണെന്ന് നോക്കാം. ആദ്യമായിട്ട് ദ ഫസ്റ്റ് ട്രൂ ക്രോമാറ്റോഗ്രഫി ഈസ് യൂഷ്വലി അട്രിബ്യൂട്ടഡ് ടു ദ റഷ്യൻ-ഇറ്റാലിയൻ ബൊട്ടാണിസ്റ്റാണ് മിഖേലി ട്വെസ്റ്റ് എന്ന് പറയുന്നത്. ട്വെസ്റ്റ് അപ്ലൈഡ് ഹിസ് ഒബ്സർവേഷൻസ് വിത്ത് ഫിൽട്ടർ പേപ്പർ എക്സ്ട്രാക്ഷൻ ടു ദ ന്യൂ മെത്തേഡ്സ് ഓഫ് എ കോളം ഫ്രാക്ഷനേഷൻ ദാറ്റ് ഹാഡ് ബീൻ ഡെവലപ്ഡ് ഇൻ ദ 1890s ഫോർ സെപ്പറേറ്റിംഗ് ദ കമ്പോണൻറ്റ്സ് ഓഫ് പെട്രോളിയം. 1890കളിൽ പെട്രോളിയത്തിൻ്റെ കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് ആദ്യമായിട്ട് അദ്ദേഹം ഈ മെത്തേഡ് യൂസ് ചെയ്ത്. ഹി യൂസ്ഡ് എ ലിക്വിഡ് അഡ്സോർപ്ഷൻ കോളം കണ്ടെയ്നിങ് കാൽസ്യം കാർബണേറ്റ് ടു സെപ്പറേറ്റ് യെല്ലോ, ഓറഞ്ച് ആൻഡ് ഗ്രീൻ പ്ലാന്റ് പിഗ്മെൻറ്റ്സ്, അതായത് xanthophylls, carotenes ആൻഡ് chlorophylls റെസ്പെക്റ്റീവ്ലി. ഇനി ഈ ക്രോമാറ്റോഗ്രഫിയുടെ ബേസിക്സ് എന്താണെന്ന് വെച്ചാൽ, ഒരു കോളമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിൽ എലുവൻ്റ് ഉണ്ട്, അനാലിറ്റ് ഉണ്ട്, അതുപോലെ കോളം ഉണ്ട്, സ്റ്റേഷനറി ഫേസ്, മൊബൈൽ ഫേസ്, ഒരു കോട്ടൺ പ്ലഗ്, എലുവേറ്റ്, ഇത്രയുമാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഓരോന്നും നമുക്ക് അതിൻ്റെ ടേംസ് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ് മൊബൈൽ ഫേസ് അല്ലെങ്കിൽ ഒരു കാരിയർ എന്ന് പറയുന്നത്? ഈ മൊബൈൽ ഫേസ് അല്ലെങ്കിൽ കാരിയർ എന്ന് പറയുന്നത് സോൾവെൻറ്റ് മൂവിങ് ത്രൂ ദ കോളം. ഒരു കോളത്തിലൂടെ മൂവ് ചെയ്യുന്ന സോൾവെൻ്റ് ആണ് എന്ത്, ഈ മൊബൈൽ ഫേസ്. അത് ചലിക്കുന്നതാണ്. മൊബൈൽ ഫേസ് എന്ന് പറഞ്ഞാൽ ചലിക്കുന്നതാണ്. നെക്സ്റ്റ്, സ്റ്റേഷനറി ഫേസ് ഓർ
അഡ്സോർബൻ്റ് ആണ്, അതായത് സബ്സ്റ്റൻസ് ദാറ്റ് സ്റ്റേ ഫിക്സ്ഡ് ഇൻസൈഡ് ദ കോളം. ഈ സബ്സ്റ്റൻസ് ഈ സ്റ്റേഷനറി ഫേസിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അടുത്തതാണ് എല്യുവൻ്റ് എന്ന് പറയുന്നത്. ഫ്ലൂയിഡ് എൻ്ററിങ് ദ കോളം, നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ഫ്ലൂയിഡിനെയാണ് എൻ്ററിങ് ദ കോളം, അതാണ് എല്യുവൻ്റ്. അതുപോലെ എലുവേറ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് എക്സിറ്റിംഗ് ദ കോളം, കോളത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എല്യുവേറ്റ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ ഫ്ലാസ്കിൽ കളക്ട് ചെയ്തെടുക്കുന്നത്. അടുത്തതാണ് എല്യൂഷൻ എന്ന് പറയുന്നത്. പ്രോസസ് ഓഫ് വാഷിംഗ് ഔട്ട് എ കോമ്പൗണ്ട് ത്രൂ എ കോളം യൂസിങ് എ സ്യൂട്ടബിൾ സോൾവെൻറ്റ്, അതായത് ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്, എലിവേഷൻ. അടുത്തതാണ് അനലൈറ്റ് എന്ന് പറയുന്നത്. മിക്സ്ചർ ഹൂസ് ഇൻഡിവിജ്വൽ കമ്പോണൻറ്റ് ഹാവ് ബീൻ സെപ്പറേറ്റഡ് ആൻഡ് അനലൈസ്ഡ്. ആ മിക്സ്ചർ നമ്മൾ എന്താണ് അതിനകത്തേക്ക് കൊടുക്കുന്ന കമ്പോണൻസ് അടങ്ങിയ മിക്സ്ചർ, അതാണ് അനലൈറ്റ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഇതിൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത്. ഇതൊരു കോളം ക്രൊമാറ്റോഗ്രഫിയാണ് കാണിച്ചത്. ഒരു കോളത്തിൽ അനലൈറ്റും അതുപോലെ സോൾവെൻറ്റ് മൊബൈൽ ഫേസും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സോൾവെൻറ്റ് ഒക്കെ അഡീഷൻ നടന്നതിന് ശേഷം കമ്പോണൻസിനെ വേർതിരിച്ചെടുക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ഓരോ ഫ്ലാസ്കിലും ഡിഫറൻറ്റ് ബാൻഡ്സിലുള്ള ഓരോന്നിനെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സെപ്പറേറ്റ് ചെയ്ത് വേർതിരിച്ച് എടുക്കുന്നതാണ്. നെക്സ്റ്റ് നോക്കാം. ദ അനലൈറ്റ് ഈസ് ലോഡഡ് ഓവർ എ സിലിക്ക ബെഡ്. അപ്പോൾ അനലൈറ്റ് എന്ത് ചെയ്യുന്നത്, എവിടെയാണ് ലോഡ് ചെയ്യുക, ഒരു സിലിക്ക ബെഡ്, അതായത് പാക്കഡിനെ കോളം, ഒരു കോളത്തിൽ പാക്ക് ചെയ്യുന്ന ഒരു സിലിക്ക ബെഡിലേക്കാണ് അനലൈറ്റ് ലോഡ് ചെയ്യുന്നത്. ആൻഡ് അലൗഡ് ടു അഡ്ഹെയർ ടു ദ സിലിക്ക. ഹിയർ സിലിക്ക ആക്ട് ആസ് ദ സ്റ്റേഷനറി ഫേസ്. ഇവിടെ സിലിക്കയാണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്, സ്റ്റേഷനറി ഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സോൾവെൻ്റ് അല്ലെങ്കിൽ മൊബൈൽ ഫേസ് ഈസ് ദെൻ മെയ്ഡ് ടു ഫ്ലോ ത്രൂ ദ സിലിക്ക ബെഡ്. The different components of analyte exhibit varying degree of adhesion to the silica, and as a result they travel at different speed through the stationary phase as the solvent flows through it, indicated by the separation of the different bands. അപ്പം ഈ സോൾവെൻറ്റ് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അതിനകത്തുള്ള കമ്പോണൻസ് പല ഡിഗ്രി, അതിൻ്റെ അത് എക്സിബിറ്റ് വേരിയിങ് ഡിഗ്രീസ് ഓഫ് അഡീഷൻ, അത് പല രീതിയിലാണ് അത് അഡീഷൻ നടത്തുന്നത് സിലിക്ക ബെഡിൽ. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഓരോ കമ്പോണൻസും എന്ത് ചെയ്യുന്നുണ്ട്, ആ സിലിക്ക ബെഡിൽ അഡീഷൻ നടക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഓരോ ബാൻഡിനെയും എന്ത് ചെയ്യുന്നത്, സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നത്. ദ കമ്പോണൻസ് ദാറ്റ് അഡ്ഹിയർ മോർ സ്ട്രോങ്ലി ടു ദ സ്റ്റേഷനറി ഫേസ് ട്രാവൽ മോർ സ്ലോലി കമ്പയർഡ് ടു ദോസ് വിത്ത് എ വീക്കൻ അഡീഷൻ. അപ്പോൾ അഡീഷൻ സ്ലോയും ആയിട്ടുള്ളതുകൊണ്ട് അതുപോലെ നല്ല സ്ട്രോങ് ആയിട്ടുള്ളതുകൊണ്ട്. Analytical chromatography can be used to purify components ranging from milligram to gram scale. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ സെപ്പറേഷൻ ഓഫ് ഡിഫറെൻറ്റ് കമ്പോണൻസിന് എന്തൊക്കെ പ്രിൻസിപ്പിൾ, അതായത് പ്രിൻസിപ്പിൾസ് ഓഫ് സെപ്പറേഷൻ ഓഫ് ഡിഫറെൻറ്റ് കമ്പോണൻസ്. ഡിഫറൻഷ്യൽ അഫിനിറ്റീസ്, അതായത് സ്ട്രെങ്ത് ഓഫ് അഡീഷൻ. ഈ അഫിനിറ്റിയുടെ അതിൽ വരുന്ന ആ സ്ട്രെങ്ത് ഓഫ് അഡീഷൻ്റെ ഇതിൽ വേരിയേഷൻ വരുന്നു. ഓഫ് ദ വേരിയസ് കമ്പോണൻസ് ഓഫ് ദ അനലൈറ്റ് ടുവേർഡ്സ് ദ സ്റ്റേഷനറി ആൻഡ് മൊബൈൽ ഫേസ് റിസൾട്ട് ഇൻ ദ ഡിഫറൻഷ്യൽ സെപ്പറേഷൻ ഓഫ് ദ കമ്പോണൻറ്റ്. അപ്പോൾ ഓരോന്നിനും വ്യത്യസ്തമാണ് ഇതിൻ്റെ അഫിനിറ്റി. അഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, വ്യത്യസ്തമായിട്ടാണ് ഇത്. അഫിനിറ്റി is in turn is detected by two properties of the molecule. Affinity അല്ലെങ്കിൽ interns is detected by രണ്ട് പ്രോപ്പർട്ടി, മോളിക്യൂളിൻ്റെ രണ്ട് പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ഇരിക്കുന്നത്. എന്തൊക്കെയാണ്, അഡ്സോർപ്ഷനും അതുപോലെ അതിൻ്റെ സോല്യൂബിലിറ്റിയുമാണ് അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഇനി നോക്കാം. വി ക്യാൻ ഡിഫൈൻ അഡ്സോർപ്ഷൻ ആസ് ദ പ്രോപ്പർട്ടി ഓഫ് ഹൗ വെൽ എ കോമ്പോണൻറ്റ് ഓഫ് ദ മിക്സ്ചർ സ്റ്റിക്ക് ടു ദ സ്റ്റേഷനറി ഫേസ്. എന്താണ് അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ, അഡ്സോർപ്ഷൻ ആസ് എ പ്രോപ്പർട്ടി, ഏത് രീതിയിൽ ഒരു കമ്പോണൻ്റ് ഒരു മിക്സ്ചറുള്ള കമ്പോണൻ്റ് എങ്ങനെയാണ് ആ സ്റ്റിക്കിംഗ് പ്രോപ്പർട്ടി, ഒരു സ്റ്റേഷനറി ഫേസിൽ സ്റ്റിക്കിംഗ് പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട്. അതിനെയാണെന്ന് പറയുന്നത് അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത്. വൈൽ സോല്യൂബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇസ് ദ പ്രോപ്പർട്ടി ഓഫ് ഹൗ വെൽ എ കമ്പോണൻറ്റ് ഓഫ് ദ മിക്സ്ചർ ഡിസോൾവ് ഇൻ ദ മൊബൈൽ ഫേസ്. മൊബൈൽ ഫേസിൽ എങ്ങനെയാണ് ഈ സോൾവെൻറ്റ് ഈ കമ്പോണൻറ്റ് ഡിസോൾവ് ചെയ്യുന്നതാണ് സോല്യൂബിലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഹയർ ദ അഡ്സോർപ്ഷൻ ടു ദ സ്റ്റേഷനറി ഫേസ് ദ സ്ലോവർ ദ മോളിക്യൂൾസ് വിൽ ബി മൂവ് ത്രൂ ദ കോളം. അപ്പോൾ ഹയർ ദ അഡ്സോർപ്ഷൻ ടു ദ അപ്പോൾ ഒട്ടിപ്പിടിക്കുന്നതെല്ലാം എന്ത് ചെയ്യുക, ആ സ്റ്റേഷനറി ഫേസിൽ ഒട്ടിപ്പിടിക്കുകയും സോല്യൂബിൾ ആയിട്ടുള്ളതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, അത് മൂവ് ചെയ്ത് കോളത്തിലൂടെ മൂവ് ചെയ്ത് നമ്മൾ താഴെയാണ് അത് കളക്ട് ചെയ്യുന്നത്. ഹയർ ദ സോല്യൂബിലിറ്റി ഇൻ ദ മൊബൈൽ ഫേസ് ദ ഫാസ്റ്റർ മോളിക്യൂൾസ് വിൽ മൂവ് ത്രൂ ദ കോളം. So, the interplay between the above two factors determines the differential rate at which the different components of the analyte will move through the
cola. Adsorption and solubility of a molecule can be manipulated by choosing the appropriate stationary phase and mobile phase. നമ്മൾ ഏതാണോ സ്റ്റേഷനറി ഫേസ് അല്ലെങ്കിൽ മൊബൈൽ ഫേസ് യൂസ് ചെയ്യുന്ന അനുസരിച്ചിരിക്കും അതിൻ്റെ അഡ്സോർപ്ഷനും അതുപോലെ സോലിബിലിറ്റിയും. ഇത് നമ്മൾ ഡിഫറെൻറ്റ് ക്രൊമാറ്റോഗ്രാഫിക് ടെക്നിക്സ് നോക്കാം. ഫസ്റ്റ് വൺ ആണ് തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി. തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് യൂസ് ഓഫ് തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി വാസ് ഫസ്റ്റ് റിപ്പോർട്ടഡ് ബൈ 2 റഷ്യൻ സയൻറ്റിസ്റ്റ് ആണ്, N.A. ഇസ്മൈലോവ് ആൻഡ് M.S. ഷ്രെബർ ആണ്. ലേറ്റർ ദിസ് ടെക്നിക് വാസ് ഡെവലപ്ഡ് ഫർദർ ബൈ അതർ സയൻറ്റിസ്റ്റ്. ഫസ്റ്റ് കൊണ്ടുവന്നതാണ് ഇവർ, എന്നാൽ പിന്നീട് ഒരുപാട് സയൻറ്റിസ്റ്റുകൾ ഇതിന് പുതിയ കുറേ ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി അല്ലെങ്കിൽ TLC ഡിപ്പെൻഡ്സ് ഓൺ ദ സെപ്പറേഷൻ പ്രിൻസിപ്പിളാണ്. ഇവിടെ അത് സെപ്പറേഷൻ പ്രിൻസിപ്പിളിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഈ TLC പ്രവർത്തിക്കുന്നത്. ദ സെപ്പറേഷൻ റിലൈസ് ഓൺ ദ റിലേറ്റീവ് അഫിനിറ്റി ഓഫ് കോമ്പൗണ്ട്സ് ടുവേർഡ്സ് ബോത്ത് ദ ഫേസ്. ദ കോമ്പൗണ്ട്സ് ഇൻ ദ മൊബൈൽ ഫേസ് മൂവ് ഓവർ ദ സർഫസ് ഓഫ് ദ സ്റ്റേഷനറി ഫേസ്. The movement occurs in such a way that the components which have a higher affinity to the stationary phase move slowly while the other components travel fast. Therefore, the separation of the mixture is attained on completion of the separation process. അല്ലെ, സെപ്പറേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ദ ഇൻഡിവിജ്വൽ കമ്പോണൻറ്റ്സ് ഫ്രം ദ മിക്സ്ചർ അപ്പിയേഴ്സ് as spots ആസ് അറ്റ് റെസ്പെക്ട് ലെവൽ ഓൺ ദ പ്ലേറ്റ്സ്. ഈ പ്ലേറ്റ്സിൽ എന്ത് ചെയ്യുന്നു, ഓരോ സ്ഥലത്തും ഓരോ സ്പോട്ടായിട്ട് കാണാൻ പറ്റും. ദർ ക്യാരക്ടർ ആൻഡ് നേച്ചർ ആർ ഐഡൻറ്റിഫൈഡ് ബൈ ദ സ്യൂട്ടബിൾ ഡിറ്റക്ഷൻ ടെക്നിക് ഉപയോഗിച്ച് നമ്മളതിനെ ഡിറ്റക്റ്റ് ചെയ്യും. ദ TLC പ്ലേറ്റ് ഈസ് എ തിൻ പീസ് ഓഫ് അലുമിനിയം കോട്ടഡ് ഓൺ വൺ സൈഡ് വിത്ത് ദ സ്റ്റേഷനറി ഫേസ്. ദിസ് ഫേസ് ഡസ് നോട്ട് മൂവ്. ഇത് TLC പ്ലേറ്റ് എന്ന് പറയുന്നത് ഒരു തിൻ പീസ് ഓഫ് അലുമിനിയം കോട്ടഡ് ആയിട്ടുള്ള ഒരു തിൻ പീസ് ആണ്. അതിൻ്റെ ഒരു സൈഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ അലുമിനിയം കോട്ട് ചെയ്തിട്ടുണ്ട്. അതിനൊരു സ്റ്റേഷനറി ഫേസ് ഉണ്ട്. ഇതാണ് അല്ലേ ആൻഡ് ഇനേർട്ട് മെറ്റീരിയൽ ദാറ്റ് ഡസ് നോട്ട് റിയാക്ട് കെമിക്കലി വിത്ത് ദ സാമ്പിൾ കമ്പോണൻസ്. ഇനി അതിന് മൊബൈൽ ഫേസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, വിച്ച് കൺസിസ്റ്റ് ഓഫ് എ സോൾവെൻറ്റ് ദാറ്റ് മൂവ്സ് ത്രൂ ദ സ്റ്റേഷനറി ഫേസ് ഈസ് യൂസ്ഡ് ടു മൂവ് ദ കമ്പോണൻസ് ഓഫ് ദ സാമ്പിൾ അപ്പ് ത്രൂ ദ സ്റ്റേഷനറി ഫേസ്. A drop of sample is placed near the bottom end of the TLC plate. The bottom end of the TLC plate is then dipped into the solvent. അതായത് നമ്മളൊരു ഡ്രോപ്പ് സാമ്പിളിനകത്തേക്കും പ്ലേസ് ചെയ്യുമ്പോഴത്തേക്കും അതിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മൊബൈൽ ഫേസ് അല്ലെങ്കിൽ ഒരു സോൾവെൻറ്റ് ഡിപ്പ് ചെയ്യുന്നു. അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, ഇത് മുകളിലേക്ക് അല്ലേ, മൊബൈൽ ഫേസ് മുകളിലേക്ക് പോവുകയും ദ സോൾവെൻറ്റ് creep slowly up the TLC plate. The various components of the sample moves along with the solvents. ഇല്ലേ, ഈ സോൾവെൻറ്റിൻ്റെ കൂടെ ഈ വേരിയസ് കമ്പോണൻസ് എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നു. അറ്റ് ദ റേറ്റ് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ സ്ട്രോങ്ലി ദെൻ ആർ ബൗണ്ട് ഓൺ ടു ദ സ്റ്റേഷനറി ഫേസ്. അപ്പോൾ ഈ സ്റ്റേഷനറി ഫേസിൽ ബൗണ്ട് ചെയ്യാനുള്ള അതിൻ്റെ സ്ട്രെങ്ത് അനുസരിച്ച് ഓരോ ഇതിലും ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ഡോട്ടായിട്ട് കാണപ്പെടുന്നു. സ്ട്രോങ്ലി ബൗണ്ട് സബ്സ്റ്റൻസ് ഹാർഡ്ലി മൂവ് അറ്റ് ഓൾ. വെരി വീക്ക്ലി ബൗണ്ട് സബ്സ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട്, മേ മൂവ് അറ്റ് ഓൾമോസ്റ്റ് ദ സെയിം സ്പീഡ് as the solvent. Thus the different components അല്ലെങ്കിൽ ഫ്രാക്ഷൻസ് ഓഫ് ദ സാമ്പിൾസ് ആർ സെപ്പറേറ്റഡ് ഇൻ ടു ബാൻഡ്സ് അല്ലെങ്കിൽ സ്പോട്സ് ആയിട്ടാണ് കാണുന്നത് എലോങ് ദ ലെങ്ത് ഓഫ് ദ TLC plate. This separation process is the base of chromatographic method. അതിൻ്റെ പിക്ചറാണ് ഇവിടെ കാണിച്ചത്. അപ്പോൾ TLC പ്ലേറ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. അതിൽ ഓരോന്നും എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ബാൻഡായിട്ട് നമ്മൾ എവിടെയാണോ സാമ്പിൾ സ്പോട്ട് ചെയ്തത് അവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, മുകളിലേക്ക് ഓരോ സ്പോട്ടായിട്ടാണ് ഓരോ കമ്പോണൻസും കാണപ്പെടുന്നത്. നെക്സ്റ്റ് ഇപ്പുറത്ത് കാണിച്ചിരിക്കുന്നത് കോളം ക്രൊമാറ്റോഗ്രഫിയുടെ പിക്ചറാണ്. അതിലും എന്ത് ചെയ്യുന്നുണ്ട്, ഓരോന്നും എന്ത് ചെയ്യുന്നു, ഓരോ കളേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഓരോ കമ്പോണൻസിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി കമ്പോണൻസ് ഓഫ് തിൻ ലെയർഡ് ക്രൊമാറ്റോഗ്രഫിയിൽ എന്തൊക്കെ കമ്പോണൻസ് ആണ് നമുക്കറിയാം. TLC പ്ലേറ്റ് പറഞ്ഞു അല്ലേ. ഈ TLC പ്ലേറ്റ്സ് പ്രിഫറബിളി റെഡി മെയ്ഡ് വിത്ത് ദ സ്റ്റേഷനറി ഫേസ് ആണെന്ന് പറഞ്ഞു. ദീസ് ആർ ദ സ്റ്റേബിൾ ആൻഡ് കെമിക്കലി ഇനേർട്ട് പ്ലേറ്റ് ആണ്. വെയർ എ തിൻ ലെയർ സ്റ്റേഷനറി ഫേസ് ഇസ് അപ്ലൈഡ് ഓൺ ദ വോൾ സർഫസ് ലെയർ. ദ സ്റ്റേഷനറി ഫേസ് ഓൺ ദ പ്ലേറ്റ് ഈസ് യൂണിഫോം തിക്നെസ് ആൻഡ് ഈസ് ഫൈൻ പാർട്ടിക്കിൾ സൈസ്. അപ്പോൾ ഇതിനകത്തൊരു ലിക്വിഡ് ലെയറോ അപ്ലൈ ചെയ്തിട്ടുണ്ടാകും. അതെന്ന് പറഞ്ഞാൽ തിൻ ലെയറായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അതുപോലെ TLC ചേംബർ എന്ന് പറയുന്നത് എന്താണ്, ദിസ് ഈസ് യൂസ്ഡ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് TLC പ്ലേറ്റ് ആണ്. ദ ചേംബർ മെയിൻറ്റെയിൻസ് ദ യൂണിഫോം എൻവയോൺമെൻറ്റ്. ചേംബർ എന്ന് പറഞ്ഞാൽ ഒരു യൂണിഫോം എൻവയോൺമെൻറ്റ് അതിനെ ക്രിയേറ്റ് ചെയ്യാം ഇൻസൈഡ് ദ പ്രോപ്പർ ഡെവലപ്മെൻറ്റ് ഓഫ് ദ സ്പോർട്സ്. ഈ സ്പോർട്സിൻ്റെ പ്രോപ്പർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു യൂണിഫോം എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനാണ് TLC ചേംബർ. ഇറ്റ് ഓൾസോ പ്രിവെൻറ്റ് ദ ഇവാപ്പറേഷൻ ഓർ
ഇവാപ്പറേഷൻ ഓഫ് സോൾവെൻറ്റ് ഇവാപ്പറേറ്റ് ചെയ്ത് പോകാതെയും അതുപോലെ എന്താണ് കീപ്സ് ദ പ്രോസസ്സ് ഡസ്റ്റ് ഫ്രീ ആയിട്ട് കീപ്പ് ചെയ്യാനും എന്ത് ചെയ്യുന്നുണ്ട് TLC ചേമ്പർ ഉപയോഗിക്കുന്നു. ഇനി ഇതിൻ്റെ മൊബൈൽ ഫേസ് എന്ന് പറഞ്ഞാൽ ദിസ് comprises of a solvent or solvent mixture ആയിരിക്കും. The mobile phase use should be particulate free ആണ് and of the highest purify for proper development of TLC spot. The solvents recommended are chemically inert with the sample a stationary phase. Next, a filter paper ആണ്. This is the moistened in the mobile phase to be placed inside the chamber. This helps develop a uniform rise in a mobile phase over the length of the stationary phase. അപ്പോൾ തിൻ ലെയർഡ് ക്രൊമാറ്റോഗ്രഫിയുടെ സ്റ്റെപ്പാണ് കാണിച്ചത്. അതായത് ചേമ്പറും അതുപോലെ എന്താണ് ആ ഫിൽറ്റർ പേപ്പറും ഒക്കെയാണ് കാണിച്ചിരിക്കുന്നത്. ഓരോ സ്പോട്സും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എവിടെയൊക്കെയാണ് നമ്മൾ TLC അല്ലെങ്കിൽ തിൻ ലെയർഡ് ക്രൊമാറ്റോഗ്രഫി ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് വൺ ആണ് ഇൻ മോണിറ്ററിങ് ദ പ്രോഗ്രസ് ഓഫ് റിയാക്ഷൻ, അതുപോലെ ഐഡൻറ്റിഫൈ കമ്പൗണ്ട്സ് പ്രസൻറ്റ് ഇൻ എ given mixture, അതുപോലെ determine the purify of the substances, analyzing ceramide and fatty acids, detection of pesticides or insecticides in food and water, analyzing the dye composition of fiber in forensic, അതുപോലെ assaying the radiochemical purity of radiopharmaceuticals, identification of medicinal plants and their constituents. ഇത്രയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് പേപ്പർ ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. ഈ പേപ്പർ ക്രൊമാറ്റോഗ്രഫി ഇൻവെൻറ്റഡ് ബൈ ആർച്ചർ, ജോൺ പോർട്ടർ, മാർട്ടിൻ ആൻഡ് റിച്ചാർഡ് ലോറൻസ്, മില്ലിങ്ടൺ, സിഗയാണ്. ഇറ്റ്സ് ഡെവലപ്മെൻറ്റ് സക്സസ്ഫുള്ളി സോൾവ്ഡ് ദ പ്രോബ്ലം ഓഫ് സെപ്പറേഷൻ അമിനോ ആസിഡ്സ് വിച്ച് ആർ വെരി സിമിലർ ടു ഈച്ച് അതർ. അതുപോലെ സ്പെഷ്യൽ പേപ്പേഴ്സ് ആർ യൂഷ്വലി യൂസ്ഡ് ഫോർ ദിസ് ടെക്നിക്ക്. പേപ്പർ ക്രൊമാറ്റോഗ്രഫിയിൽ ഉപയോഗിക്കുന്നത് ഒരു സ്പെഷ്യൽ ടൈപ്പ് പേപ്പറാണ്. പേപ്പർ ക്രൊമാറ്റോഗ്രഫിയിൽ പേപ്പറാണ് ഉപയോഗിക്കുന്നത്. ദിസ് പേപ്പർ ഷുഡ് ബി ഹൈലി പ്യൂരിഫൈഡ് ആണ്. ദ പേപ്പേഴ്സ് യൂസ്ഡ് കണ്ടെയ്ൻ സഫിഷ്യൻറ്റ് അഡ്സോർബ്ഡ് വാട്ടർ ആണ്. അതർ ലിക്വിഡ്സ് ആസ് സിലിക്കൺ, പാരഫിൻ ഓയിൽ ആർ യൂസ്ഡ്. ചോയ്സ് പേപ്പർ ഈസ് dependent on the type of analyze under investigation. Wortmann chromatographic paper, അതായത് Wortmann chromatography paper of different types are used. Wortmann chromatography പേപ്പേഴ്സിൻ്റെ അതാണ് യൂസ് ചെയ്യുന്നത്. ഇനി പേപ്പർ ക്രൊമാറ്റോഗ്രഫിയുടെ പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. ഇതിലൊരു പേപ്പറാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അല്ല അതൊരു കറിൽ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് ഇതിൽ സോൾവെൻ്റ് ഉണ്ട്, അതുപോലെ സ്റ്റാർട്ട് ലൈൻ കാണിച്ചിട്ടുണ്ട്. അല്ല ഇവിടെ നിന്നാണ് അതിൻ്റെ ക്രൊമാറ്റോഗ്രഫിയുടെ ഇതിൻ്റെ സ്റ്റാർട്ട് ലൈനാണ്. ഇവിടെ നിന്നാണ് മുകളിലേക്കാണ് അത് ഓരോന്നും കമ്പോണൻസ് നമ്മൾ ഓരോ കളറ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഡയറക്ഷൻ ദ മോഷൻ ഓഫ് ദി മുകളിലേക്കാണ് അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്, സോൾവെൻറ്റിൻ്റെ മോഷൻ എന്ന് പറയുന്നത്. The principle of separation is mainly partitions rather than adsorption. Substances are distributed between a stationary phase and mobile. ഒരു സ്റ്റേഷനറി ഫേസിൽ നിന്ന് മൊബൈൽ ഫേസിലേക്ക് മുകളിലേക്ക് എന്ത് ചെയ്യുന്നു, ഈ സബ്സ്റ്റൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. സെല്ലുലോസ് ലെയർ ഇൻ ഫിൽറ്റർ പേപ്പർ കണ്ടെയ്ൻ മോയ്സ്ചർ വിച്ച് ആക്ട് ആസ് സ്റ്റേഷനറി ഫേസ്. അതായത് ഈ ഫിൽറ്റർ പേപ്പറിൽ ഒരു സെല്ലുലോസ് ലെയർ ഉണ്ട്, ഇതാണ് ഇവിടെ സ്റ്റേഷനറി ഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇനി ഓർഗാനിക് സോൾവെൻറ്റ്സ് അല്ലെങ്കിൽ ബഫർ ആർ യൂസ്ഡ് ആസ് മൊബൈൽ ഫേസ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഓർഗാനിക് സോൾവെൻറ്റ്സ് അല്ലെങ്കിൽ ബഫറാണ്. ദ ഡെവലപ്പിംഗ് സൊല്യൂഷൻ ട്രാവൽ അപ്പ് ദ സ്റ്റേഷനറി ഫേസ് ക്യാരിങ് ദ സാമ്പിൾ വിത്ത് ഇറ്റ്. കമ്പോണൻറ്റ്സ് ഓഫ് ദ സാമ്പിൾ വിൽ സെപ്പറേറ്റ് റെഡിലി അക്കോർഡിംഗ് ടു ഹൗ സ്ട്രോങ്ലി they adsorb on the stationary phase versus how readily then dissolve in the mobile phase. അതായത് ഈ പേപ്പറിൽ അഡ്സോർബ് ആകുന്നത് എന്ത് ചെയ്യും, പേപ്പറിൽ അഡ്സോർബ് ആകുകയും ബാക്കിയെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഈ മൊബൈൽ ഫേസിലൂടെ എളുപ്പത്തിൽ മൂവ് ചെയ്ത് പോവുകയും ചെയ്യുന്നു. ഇനി സ്റ്റെപ്സ് ഇൻ പേപ്പർ ക്രൊമാറ്റോഗ്രഫിയുടെ സ്റ്റെപ്പാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഒരു സോളിഡ് സപ്പോർട്ടിനെ സെലക്ട് ചെയ്യണം. സെലക്ഷൻ ഓഫ് സോളിഡ് സപ്പോർട്ട്, അതുപോലെ സെലക്ഷൻ ഓഫ് മൊബൈൽ ഫേസ്, അതുപോലെ സാച്ചുറേഷൻ ഓഫ് ടാങ്ക്, സാമ്പിൾ പ്രിപ്പറേഷൻ ആൻഡ് ലോഡിംഗ്, ഡെവലപ്മെൻറ്റ് ഓഫ് ദ ക്രൊമാറ്റോഗ്രാം, ഡ്രൈയിങ് ഓഫ് ക്രൊമാറ്റോഗ്രാം, ഡിറ്റക്ഷൻ. ഇത്രയുമാണ് ഇതിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, പേപ്പർ ക്രൊമാറ്റോഗ്രഫിയുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ പിക്ചറാണ് ഇവിടെ കാണിച്ചത്. അതായത് പേപ്പർ ക്രൊമാറ്റോ നമ്മളൊരു സ്പോട്ട് ലൈൻ കാണിച്ചിട്ടുണ്ട്, സാമ്പിൾ സ്പോട്ട് ഇടുന്നു, അവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ കമ്പോണൻസ് എന്ത് ചെയ്യുന്നു, ലെയറായിട്ട് മുകളിലേക്ക് എന്ത് ചെയ്യുന്നു, നമ്മൾ ചെല്ലുന്തോറും മുകളിലൊരു സ്പോട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ, അതാണ് നമ്മുടെ കമ്പോണൻറ്റിൻ്റെ സ്പോട്ട് കിട്ടുന്ന സ്ഥലം. ഇനി ആപ്ലിക്കേഷൻസ് എവിടെയൊക്കെയാണ് നമ്മൾ പേപ്പർ ക്രൊമാറ്റോഗ്രഫി അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. ടു ചെക്ക് ദ കൺട്രോൾ ഓഫ് പ്യൂരിറ്റി ഓഫ്
ഫാർമസ്യൂട്ടിക്കൽസ്, ഫാർമസ്യൂട്ടിക്കലിൻ്റെ പ്യൂരിറ്റി കൺട്രോൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയും, അതുപോലെ ഫോർ ഡിറ്റക്ഷൻ ഓഫ് അഡൾട്രൻസ്, detect the contaminants in food and drinks, in the study of ripening and fermentation, for the detection of drugs and dopes in animals and human, in analysis of cosmetics, അതുപോലെ analysis of the reaction mixture in biochemical labs. ഇത്രയുമാണ് പേപ്പർ ക്രോമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് അയൺ എക്സ്ചേഞ്ച് ക്രോമാറ്റോഗ്രഫി. ഒറിജിനലി ഇൻട്രൊഡ്യൂസ്ഡ് ബൈ സർ തോംസൺ ആൻഡ് JT വേ ആണ് അയൺ എക്സ്ചേഞ്ച് ക്രോമാറ്റോഗ്രഫി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. മെത്തേഡ് വാസ് യൂസ്ഡ് ടു ട്രീറ്റ് ക്ലേ വിത്ത് ദ സാൾട്ട്സ്, resulting in the extraction of ammonia in addition to release of calcium. Compounds known as zeolites, ഇതിനകത്ത് പറയുന്ന കോമ്പൗണ്ട്സിനെ പറയുന്നവരാണ് സിയോലൈറ്റ്സ്, were introduced into separate individual ions or electrically charged particles ആണ്. ഇവിടെ നമ്മൾക്കറിയാം അയൺ എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ എന്താണ്, ചാർജ് വെച്ചിട്ടാണ്, ഇലക്ട്രിക്കലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ചാർജ് വെച്ചിട്ടാണ് ഇത് നമ്മുടെ സെപ്പറേഷൻ. സിന്തറ്റിക് റെസിൻസ് വെയർ ഡെവലപ്ഡ് ഫ്രം കോംപ്ലെക്സ് അയൺ എക്സ്ചേഞ്ച് പ്രോസസ്. അപ്പോൾ അതിൻ്റെ പ്രോട്ടീൻ മിക്സ്ചറാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഓരോന്നിൻ്റെയും ചാർജ് ഓരോ കളർ റെപ്രസെൻ്റ് അല്ലെ, ലാർജ് നെറ്റ് പോസിറ്റീവ്ലി ചാർജ്ഡ്, നെറ്റ് പോസിറ്റീവ്ലി ചാർജ്ഡ്, നെറ്റ് നെഗറ്റീവ്ലി ചാർജ്ഡ്, അതുപോലെ ലാർജ് നെറ്റ് നെഗറ്റീവ്ലി ചാർജ്ഡ്. ഓരോ ചാർജിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ സെപ്പറേഷൻ നടത്തുന്നത്. ഈ അയൺ എക്സ്ചേഞ്ച് ക്രോമാറ്റോഗ്രഫിയുടെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അയൺ എക്സ്ചേഞ്ച് ഈസ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ക്രോമാറ്റോഗ്രാഫിക് മെത്തേഡ് ഫോർ ദ സെപ്പറേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ ഓഫ് ചാർജ്ഡ് ബയോമോളിക്യൂൾസ്. അപ്പോൾ നമുക്കറിയാം ചാർജ്ഡ് ബയോമോളിക്യൂൾസ് ആണ് സച്ച് ആസ് പോളിപെപ്റ്റൈഡ്സ്, പ്രോട്ടീൻസ്, പോളിന്യൂക്ലിയോടൈഡ്സ് ആൻഡ് ന്യൂക്ലിക് ആസിഡ്. ഇതിൻ്റെയൊക്കെ സെപ്പറേഷന് വേണ്ടിയിട്ട് അയൺ എക്സ്ചേഞ്ച് ക്രോമാറ്റോഗ്രഫിയാണ് ഉപയോഗിക്കുന്നത്. Its widespread applicability, high capacity and simplicity, and its high resolution are the key reason for its success as a separation method. അപ്പോൾ ഈ അയൺ എക്സ്ചേഞ്ച് ക്രോമാറ്റോഗ്രഫിയാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം ഇതിൻ്റെ വൈഡ് സ്പ്രെഡ് ആപ്ലിക്കബിലിറ്റി ഉണ്ട്, അതുപോലെ ഹൈ കപ്പാസിറ്റി, അതുപോലെ സിംപ്ലിസിറ്റി ആൻഡ് ഇറ്റ്സ് ഹൈ റിസൊല്യൂഷൻ. ഇതൊക്കെയാണ് അതിൻ്റെ കീ റീസൺ എന്ന് പറയുന്നത്. ഇനി അയൺ എക്സ്ചേഞ്ച് ക്രോമാറ്റോഗ്രഫി ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ സെവറൽ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ്, സം ഓഫ് വിച്ച് ആർ ഫോളോസ്: സെപ്പറേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ ഓഫ് ബ്ലഡ് കമ്പോണൻസ് സച്ച് ആസ് ആൽബുമിൻ, റീകോംബിനൻറ്റ് ഗ്രോത്ത് ഫാക്ടേഴ്സ് ആൻഡ് എൻസൈംസ്. അതുപോലെ ബയോടെക്നോളജിയിൽ അനലിറ്റിക്കൽ ആപ്ലിക്കേഷൻസ് സച്ച് ആസ് ക്വാളിറ്റി കൺട്രോൾ ആൻഡ് പ്രോസസ് മോണിറ്ററിങ്ങിന് ഉപയോഗിക്കുന്നു. ഫുഡ് ആൻഡ് ക്ലിനിക്കൽ റിസർച്ച് ടു സ്റ്റഡി വീറ്റ് വെറൈറ്റീസ് ആൻഡ് ദ കോറിലേഷൻ ഓഫ് proteinuria with a different renal disease. Next, fermentation. അതുപോലെ cation exchange resins are used to monitor the fermentation process during beta galactosidase production. ഇനി ഇത്രയുമാണ് നമ്മൾ അയൺ എക്സ്ചേഞ്ച് ക്രോമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. ഇനി മറ്റു മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ജെൽ പെർമിയേഷൻ ക്രോമാറ്റോഗ്രഫി ഉണ്ട്, അഫിനിറ്റി ക്രോമാറ്റോഗ്രഫി ഉണ്ട്, ഗ്യാസ് ക്രോമാറ്റോഗ്രഫി, സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ് ക്രോമാറ്റോഗ്രഫി ഉണ്ട്, അതുപോലെ കാപ്പിലറി ഇലക്ട്രോഫോറസിസ് ഉണ്ട്, ഹൈ പെർഫോമൻസ് ക്രോമാറ്റോഗ്രഫി ഉണ്ട്. ഇത്രയുമാണ് മറ്റു മെത്തേഡ്സുകൾ എന്ന് പറയുന്നത്.